അപ്പൊ സഹോദരങ്ങളെ, എന്താണ് ഈ വചനത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്? കള്ളവാർത്തയും കൊണ്ട് വന്നിട്ടുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടം ആളുകളാണ്. അത് നിങ്ങൾക്ക് ശർറാണെന്ന് നിങ്ങൾ കണക്കാക്കണ്ട, മറിച്ച് അത് നിങ്ങൾക്ക് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഏറ്റവും വലിയ ഒരു ഖൈറായിട്ടാണ് മാറിയത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ആ ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന്റെയും മുകളിൽ നിന്ന് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്ന വചനങ്ങൾ ഇറക്കിയില്ലേ? ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ ഏതാനും ആയത്തുകൾ ഉമ്മയെ സംബന്ധിച്ചാണെന്ന് പറയുമ്പോൾ ലോക മുസ്ലിമീങ്ങൾ ആ ആയത്ത് ഓതുമ്പോഴൊക്കെ ഉമ്മയെ ശരിക്കും ഓർക്കും, ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? റളിയല്ലാഹു അൻഹാ എന്ന് പറയും, ഉമ്മയെ ആദരപൂർവ്വം ഓർക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന്റെയും മുകളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിലെ ആയത്തുകൾ ഇറക്കുക എന്ന് പറയുന്നതിനോളം വലിയ ഖൈറിനി എന്താ ആയിഷ ബീവിക്ക് കിട്ടാനുള്ളത്? അതേ കാര്യം സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനും കിട്ടിയില്ലേ? ആ ഖൈറ് അവരെയും ഓർക്കുന്നില്ലേ ലോക മുസ്ലിമീങ്ങൾ? ഈ ചരിത്രം വായിക്കുമ്പോഴെല്ലാം അതാണ് ഒന്നാമത്തെ ഖൈറ് എന്ന് പറയുന്നത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബജീവിതത്തെയും അവിടുത്തെ ഭാര്യമാരെയും കുറിച്ച് മോശത്തരം പറയുവാൻ വേണ്ടി ശത്രുക്കൾ തയ്യാറാക്കിയ എല്ലാ ഗൂഢാലോചനയും തകർത്തെറിഞ്ഞല്ലോ. ഈ ഒരു കാരണത്താൽ അവിടുത്തെ ജീവിതം വളരെ വിശുദ്ധമാണ്, അവിടുത്തെ കുടുംബജീവിതം വളരെ പവിത്രമാണ് എന്ന് വളരെ കൃത്യമായി ഇതിലൂടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല, ഇതിലൂടെ ഒരുപാട് മനോവേദന അനുഭവിച്ച വിശ്വാസികളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ആ മനോവേദന അനുഭവിച്ചതിന്റെ കാരണത്താൽ വമ്പിച്ച പ്രതിഫലത്തിനവർ പാത്രീഭൂതരായി തീർന്നതും എന്തിന്റെ കാരണത്താലാണ്? ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടല്ലേ? അതുപോലെ തന്നെ വിശ്വാസികൾക്ക് ഒരുപാട് സംസ്കാരങ്ങളും ഉപദേശങ്ങളും മര്യാദകളും ഒക്കെ ഈ ആയത്തുകളിലൂടെ ലഭിച്ചു. പിൽക്കാലത്ത് ഖിയാമത്ത് നാൾ വരെ ഇനി ഇത്തരത്തിലുള്ള വല്ല ആരോപണങ്ങളുമായി ആരെങ്കിലും വരുമ്പോൾ അതിൻ്റെ പിന്നാലെ കൂടിയാലുള്ള ഗൗരവം, അതിൻ്റെ ഗുരുതരമായ ശിക്ഷ ഈ ലോകത്തും പരലോകത്തും അതൊക്കെ ശ്രദ്ധിക്കണമെന്നും അത്തരം കാര്യങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടെന്ന സൂക്ഷ്മതയുടെ വശങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ലോകത്തിന് പഠിപ്പിക്കുവാനുള്ള നിയമങ്ങൾ ഇറങ്ങാൻ നിമിത്തമായത് ഏതാണ്? ഈ സംഭവമാണ്. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, ലാ തഹ്സബൂഹു, നിങ്ങൾ അതിനെ വിചാരിക്കേണ്ടതില്ല, ശർറല്ലക്കും, നിങ്ങൾക്ക് ശർറാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ബൽ, പക്ഷേ ഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് നന്മയായിട്ടാണ് ഭവിച്ചത്, നിങ്ങൾക്കത് ഖൈറാണ്. എന്നിട്ട് പറയണത് ലികുല്ലി ഇംറിഇം മിൻഹും മക്തസബ മിനൽ ഇസ്മി, അവരിൽ നിന്ന് അതിൽ പങ്കെടുത്ത എല്ലാ ഓരോരുത്തർക്കുമുണ്ട് മക്തസബ, ഓരോരുത്തരും സമ്പാദിച്ചത് മിനൽ ഇസ്മി, കുറ്റത്തിൽ നിന്ന്. ഓരോരുത്തരും എന്താണോ ചെയ്തത് അതിനുള്ള ശിക്ഷ അവർക്കൊക്കെ ഉണ്ട്. 3 ആൾക്കും അടിശിക്ഷ കൊടുത്തു എന്നാണ് നമ്മൾ മുമ്പത്തായത്തിൽ പഠിച്ചില്ലേ? 4 സാക്ഷിയെ കൊണ്ടുവരണം, അല്ലെങ്കിൽ 80 അടിയാണ് വ്യഭിചാരോപണത്തിന്. അതുകൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രബലമായ അഭിപ്രായം. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് 80 അടി കിട്ടി, മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് കിട്ടി, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹക്ക് കിട്ടി. അവർക്കൊക്കെ 80 അടി കിട്ടിയിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു സലൂലിനെ അടിച്ചിട്ടില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമേ ആ നിലക്കുള്ള ശത്രുതയിൽ കൊണ്ട് നടന്നിരുന്നയാളാണെന്നും അതുകൊണ്ട് തന്നെ അവന്റെ ശിക്ഷ അത് പരലോകത്തേക്ക് തന്നെ അതീവ കഠിനമായ നിലക്ക് ഈ വിശ്വാസികളൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങിയവരാണ്. അതുകൊണ്ട് അവരെ അതോടുകൂടി അവരുടെ എല്ലാം ക്ലിയറായി. ഇവൻ്റേത് അങ്ങനെയല്ല, ഇവന് കഠിനകഠോരമായ ശിക്ഷ തന്നെയതാ. ലോക മുസ്ലിമീങ്ങളൊന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിലൂടെ അവനെ പരാമർശിക്കുന്നത് എന്താണ്? വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, അവന് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പ്രഖ്യാപിച്ചു.